കൊച്ചുണ്ണി ഡാ മോനെ. യെസ് ഡാഡ്. എന്താ ഡാഡ് 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കാൻ പോലീസ് ഒന്നും ഇപ്പോണ്ട്. ഓ പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛനെ പേര് പറഞ്ഞു വിളിക്കുന്നു. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ശരി, ഓക്കേ മൈ ഡിയർ സൺ. എന്താണോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG-യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കൂ. I see. Come on, search. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയിട്ടല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല, പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി അവനെവിടെ? അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യടോ. ദേ, ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ തൊരപ്പാ. എന്തിനാ എന്നെ കൊരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കൊറക്കല്ലേന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തൊരപ്പ, എണിക്കടാ. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവാ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൂടെ ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഈ കോമ്പൗണ്ടത്തെ നീ കാലൂത്തെ നിന്റെ മുട്ടിലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ്, വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനങ്ങോട്ട് പോകും. ഇതാ സാറ് വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. പിടിക്കട്ടെ, ഷർട്ട് ചൂടുന്നു. ഞാൻ കേറിക്കോളാം. വെയിറ്റ് ചെയ്യണം സാർ. ഏയ്, ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി. സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. बेटी आज नहीं बेटी, फिर किसी दिन. മധുരം കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ആവണോ? ठीक है. മോനപ്പഞ്ച്, ഇത് കറക്റ്റാ. കഥ തച്ചി. Oh, 12B. This is too much. സാറേ, SI സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, എന്തേട്ടാ? ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. TV. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ? ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴ അവിടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കണം. അയ്യോ, എന്റെ ലൈറ്റ്. വരോ. അവിടെ നിന്ന് നിങ്ങളുടെ പകുതി വീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്നു. എന്തിനാടി കപ്പടാമിശ? ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറില്ല. ഒന്ന് എടുക്കോ? പിന്നെന്താ? എന്നെയല്ല, മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ട് എടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പുളിസോ ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും.
ഓക്കേ. ഈശ്വര. പറയണ്ടായിരുന്ന അച്ഛൻ്റെ എന്തിനാ വണ്ടി നിർത്തിയത്? ആശുപത്രി എത്തിയിടോ. ഏത് മുറിയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക? മോർച്ചറിയിലായിരിക്കും. ഈശ്വര, നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. കലികാലം പട്ടി നടക്കണു, മനുഷ്യനെഴയണു. ആ പോയത് മനുഷ്യ ബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മൾ താഴെയിൽ കിടക്കുന്നത്, മേലോട്ട് നോക്കിയാ പോലെ. ഞാൻ കണ്ട് മുക്കാണ്. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. ഓക്കെ, സീ യു. ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ അറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാന്ന് തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാ ഇരി. ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്കാ. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ഏയ്, ആരോടും പറയരുത്. ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്കാരൻ കടുപോയി. ഈ വണ്ടിക്ക് തന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേ കാണാവോ? ആഴോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാ. എടോ, എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ. മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തരാൻ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാ. അയ്യോ, ഞങ്ങൾ ഡോക്ടറാ. മറ്റേ ഡ്രസ് റെഡി ആയിട്ടുണ്ട്, വന്നൊന്ന് ഇട്ട് നോക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലേ. സമയമില്ലാത്ത സമയാ, വേഗം ആയിക്കോട്ടെ. ആഹാ, എന്തായത് അസലായിട്ടാ. ഇത്രയും നന്നായി ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതവിടെ വെച്ചേ, അതവിടെ വെച്ചേ. Sorry. ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ചേട്ടാ, ഒരു മിനിറ്റ് കണ്ണട എന്തരും. എനിക്ക് കണ്ണ് കണ്ടുകൂടോ. പിന്നെ എന്തിനാ ഇത് വെച്ചേക്കണേ? എന്നെ കണ്ണട കണ്ണട. ഈശ്വരനാണ് ഈ സമയത്ത് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ. എക്സ്ക്യൂസ് മീ മാഡം. Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of sticks, it's coming more and more. Check it out. Don't worry, be happy. I'm Inspector Sahdevan from Police Department. Count 1, 2, 3. Count, I say. 1, 2, 3. Shortcut. റാസ്കൽ, ഒരു പാവം പെൺകുട്ടിയുടെ ബാഗേ കണ്ടുള്ളൂ തട്ടിപ്പറിക്കാൻ. സൗദേവാ, നീ ശരിക്കും അച്ഛയായ? അടികൊണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ സഹദേവൻ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്.
ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. സോ ബി കെയർഫുൾ. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. സാറേ, ഇവൻ കൊള്ളനാ? അല്ല, കള്ളന. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലമുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷൻ എവിടെ നെറ്റിയാണ് വേഷം? ഞാൻ പറ്റില്ല. ചൈന ഭാഷ പറയുന്നോടാ? ടൈലറിന്റെ അടുത്തുനിന്ന്. അമ്മടെ പുളുസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ പറയടോ. അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. പറയടോ. സാർ, ഇവൻ പറയുന്നതെല്ലാം നുണയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ രണ്ടിനെയും പൊക്കി അകത്തുള്ള. എനിക്ക് നമ്മുടെ ആ പഴയ കുട്ടിക്കാലം ഓർമ്മ തന്നെടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ ആര് കമ്പനിയായി? പറയണ ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. മടാ പൊളിച്ചോ, അതൊക്കെ എസ് ഐ ആയിട്ട് പോരെ? എസ് ഐ ആവൂടാ, ഒരു ദിവസം എസ് ഐ ആയിട്ടോണം നിന്റെ ഒക്കെ ലവാങ്ക. ചുമ്മാരുടെ. അതെ, എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിന്ന് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? ഇത് പോലീസിലേക്കുള്ള ടെസ്റ്റാ. മിണ്ടരുത്. എനിക്കൊന്നും അവിടെ തന്നെയാണ് ഡ്യൂട്ടി. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പോടാ പട്ടി. അതെ, ഞാൻ നാളെ CEO DSP ആവും. ആയിക്കോ. ഇപ്പൊ എന്നോട് സഹകരിച്ചില്ലെങ്കിലേ അന്ന് ഞാൻ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റും. സഹദേവാ, നീ എന്നെ സ്ഥലം മാറ്റരുത്. മാറ്റും. മാറ്റരുത്. മാറ്റും. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഒരു SI എങ്കിലും ആകൂ. അതെ, നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. അതെ, നീ SI ആയിട്ട് എന്ത് കിട്ടാനാ? നീ എന്റെ കൂടെ കൂട്, നല്ല പറാത്ത ഉണ്ടാക്കാം. പോടാ അളിയാ. പോടാ അളിയാന്നോ? അതെ, പോടാളിയാന്ന്. സാറേന്ന് വിളിയടാ. ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഇന്ന് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, മൃഗീയമായിട്ട് കൊല്ലും. എന്നിട്ട് ആ പേട്ടത്തല വെട്ടി ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. അവനെ തുറന്നു വിടും. അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? തലയുടെ വില തനിക്കറിയില്ല. അത് പോയാ പിന്നെ ഞാൻ ഇതിലൂടെ വെള്ളം അടിക്കും. ടെസ്റ്റിന് ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. ഇനി പോയാലും അവന് എത്താൻ നിന്റെ കാര്യം. ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല, അവന്റെ തലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. പെറ്റി കേസന അത് 2 മാസം. ഞാൻ വിചാരിച്ചു 41 ആയിരിക്കുന്നു. അതെ, എവിടെയെങ്കിലും വെച്ച് കണ്ടോന്ന് ചിരിക്കണേ. പോടാ.